ജപ്പാനിലെ ഇച്ചിക്കാവ സിറ്റിയിലെ മൃഗശാലയിൽ അമ്മ ഉപേക്ഷിച്ച പഞ്ച് എന്ന കുട്ടിക്കുരങ്ങനെ മൃഗശാല ജീവനക്കാർ ഏറ്റെടുത്ത് വളർത്തിയ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. കാലം മാറി, കഥാപാത്രങ്ങളും മാറി. ഇന്ന് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും അതിജീവനത്തിന്റെ മറ്റൊരു കഥ ലോകം ശ്രദ്ധിക്കുകയാണ്. ജനിച്ച ഉടനെ അമ്മയും അച്ഛനും ഉപേക്ഷിച്ച മരണത്തോട് മല്ലിട്ട രണ്ട് കുട്ടി സിംഹങ്ങൾ, സിംബയും സൂര്യയും. മൃഗശാലയിലെ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ രാജകീയ പരിചരണത്തിൽ വളരുന്ന ഈ കൊച്ചു രാജകുമാരന്റെയും രാജകുമാരിയുടെയും വിശേഷങ്ങളിലേക്ക്. കഴിഞ്ഞ ജനുവരി 21-നായിരുന്നു തിരുവനന്തപുരം മൃഗശാലയിൽ നൈല ലിയോ ദമ്പതികൾക്ക് 3 സിംഹക്കുട്ടികൾ പിറന്നത്. എന്നാൽ അമ്മ നൈലയുടെ സ്നേഹത്തണലേകാൻ ആ കുരുന്നുകൾക്ക് യോഗമുണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങളെ പരിപാലിക്കാനോ മുലപ്പാൽ നൽകാനോ നൈല തയ്യാറാകാതിരുന്നതോടെ ലിയോയ്ക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അമ്മയും അച്ഛനും തള്ളിക്കളഞ്ഞതോടെ ആ 3 കുഞ്ഞുങ്ങളുടെയും ജീവിതം പ്രതിസന്ധിയിലായി. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുഞ്ഞ് വൈകാതെ തന്നെ മരണത്തിന് കീഴടങ്ങി. എന്നാൽ ബാക്കിയായ സിംബയും സൂര്യയും മരണത്തിന് വിട്ടുകൊടുക്കാൻ മൃഗശാല അധികൃതർ ഒരുക്കമല്ലായിരുന്നു. മൃഗശാല ഡോക്ടർ നികേഷ് കിരൺ, ആനിമൽ കീപ്പർ അനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാദൌത്യം ആരംഭിച്ചു. ഒരു മനുഷ്യക്കുഞ്ഞിനെ എന്ന പോലെ രാവും പകലും ഉറക്കമളച്ച് അവർ സിംഹക്കുഞ്ഞുങ്ങളെ കാത്തു. ആദ്യ ദിനങ്ങളിൽ ആശുപത്രിയിലെ ഇൻക്യുബേറ്ററിലായിരുന്നു സിംബയുടെയും സൂര്യയുടെയും താമസം. സൂര്യക്കിടയ്ക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞ് ആരോഗ്യനില വഷളായെങ്കിലും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കരുതലിൽ അവൾ ജീവിതത്തിലേക്ക് പിച്ചവെച്ച് കയറി. ആദ്യ ദിവസങ്ങളിൽ കുറച്ച് ഹെക്റ്റിക് വർക്കായിരുന്നു. കാരണം എല്ലാ 4 മണിക്കൂർ ഇടവിട്ട് ഇതിന് ഫീഡ് ചെയ്യണം. ഫീഡ് ചെയ്യുന്ന സമയങ്ങളിൽ ഇതിന് ആസ്പിറേറ്റ് ചെയ്യണം. അതായത് ഈ ശിരസിൽ കയറുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സമയത്തും ഞാനും ഫുൾ സ്റ്റാഫും ഒരുമിച്ച് നിന്നിട്ടാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ, ഇന്നിപ്പോൾ 93 ദിവസം ആകുന്നു. ഇന്ന് വരെ ഫുൾ ഡ്യൂട്ടിയിലുള്ളത് അനിൽകുമാർ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു അനിമൽ കീപ്പറും ജിജോയും, അതായത് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ജിജോയും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ടീമായിട്ട് തന്നെയാണ് ഇത് ചെയ്തതെന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ സക്സസ്സും ആ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രഞ്ച് ബ്രാൻഡായ റോയൽ കാനിൻ പാൽപ്പൊടി കുടിച്ച് വളർന്നവർക്ക് ഇപ്പോൾ പ്രായം 3 മാസം. 3 കിലോയിൽ താഴെയായിരുന്ന തൂക്കം ഇപ്പോൾ 12 കിലോയായി എത്തി നിൽക്കുന്നു. പാലിന്റെ കാലം കഴിഞ്ഞ് മെനുവിൽ ഇപ്പോൾ ചിക്കനും ബീഫും ലിവറും ഒക്കെ ഇടം പിടിച്ചു കഴിഞ്ഞു. ഒരു ദിവസം 1 കിലോയോളം ഭക്ഷണമാണ് ഈ സഹോദരനും സഹോദരിയും ചേർന്ന് അകത്താക്കുന്നത്. താമസം വെറും കൂട്ടിലല്ല, ചൂട് കനത്തതോടെ എയർ കണ്ടീഷൻ ചെയ്ത മുറികളിൽ ഫാനും കളിപ്പാട്ടങ്ങളുമായി VIP പരിഗണനയിലാണ്. പരിചരിക്കുന്നവരുടെ കാലിൽ കെട്ടിപ്പിടിച്ചും വസ്ത്രങ്ങൾ കടിച്ചും കുസൃതി കാട്ടുന്ന ഇവരിപ്പോൾ മൃഗശാലയിലെ ജീവനക്കാരുടെ കൺമണികളാണ്. എങ്കിലും വളർന്നു വരുന്നതിനനുസരിച്ച് അവരുടെ സ്വഭാവത്തിൽ കാട്ടിലെ രാജാവിന്റെ ഗാംഭീര്യം തെളിഞ്ഞു വരുന്നുണ്ടെന്ന് ജീവനക്കാർ പറയുന്നു. ആരോഗ്യനില പൂർണ്ണമായും തൃപ്തികരമായാൽ 3 മാസത്തിനു ശേഷം ഇവരെ സന്ദർശകർക്ക് കാണാനായി തുറന്നു കൊടുക്കും. മനുഷ്യനൊപ്പം വളർന്ന് മനുഷ്യഗന്ധമുള്ള ഇവരെ മറ്റ് സിംഹങ്ങൾ കൊന്നുകളയുമെന്നതിനാൽ അച്ഛനും അമ്മയ്ക്കും മറ്റ് സിംഹങ്ങൾക്കുമൊപ്പം വളരാൻ ഇവരെ വിടില്ല. അതുകൊണ്ട് ഇരുവരെയും പ്രത്യേക കൂട്ടിലേക്ക് മാറ്റാനാണ് ജീവനക്കാരുടെ തീരുമാനം. അതുവരെ ഈ കുട്ടികൾ ജീവനക്കാരുടെ കൈകളിൽ സുരക്ഷിതരായി രാജപ്രൗഢിയോടെ വളരും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.